ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഡേ 2 മൈലാഞ്ചി കല്യാണം നിക്കാഹ്. അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വ്ളോഗ് ചെറിയൊരു വ്ളോഗാണ്, കൂടുതലൊന്നുമില്ല. മൈലാഞ്ചിൻ്റെ അന്നായിരുന്നു നിക്കാഹും, ശനിയാഴ്ച. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഗ്രൂം ടിവിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ പോയിട്ട് കാണുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേദിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണച്ചക്കൻ നാസർ. അപ്പോൾ നിക്കാഹിൻ്റെ അന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത കുറച്ച് ക്ലിപ്പാണ് കേട്ടോ ഇത്. ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണിൻ്റെ ഉപ്പയാണ്. ആ ഒരു ഇമോഷണൽ അത്യാചാരമായിരുന്നു ആ സമയത്ത്. അപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞു, അൽഹംദുലില്ലാ. നിക്കാഹിൻ്റെ അന്ന്, മൈലാഞ്ചിൻ്റെ അന്ന് രാത്രി ഇവിടുത്തെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊക്കെ വീട്ടിൽ പോയ സമയത്താണ് കേട്ടോ, അതുകൊണ്ട് നമ്മളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടുന്ന് കിട്ടിയത് ചെറിയ ക്ലിപ്പാണ് കേട്ടോ. സോ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ കല്യാണത്തിനെത്തിയാൽ എപ്പോഴും വൈകിട്ടാണ് എത്താണ്. ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ സാരിയിലായതുകൊണ്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞ് സാരി കൊടുക്കാമെന്ന്. അങ്ങനെ സാരിയിലായതുകൊണ്ട് നമ്മൾ കൂടുതൽ വൈകി കല്യാണത്തിനെത്താൻ വേണ്ടിയിട്ട്. എനിക്കും സാരി കൊടുക്കണം, പിന്നെ എൻ്റെ ആങ്ങളുടെ ഒപ്പം സാരി ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 ടാസ്ക്കായിരുന്നു. അങ്ങനെ സാരിയൊക്കെ കൊടുത്ത് നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നേരെ സ്റ്റേജിൻ്റെ മുന്നിലേക്ക് വന്നു. ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷമുള്ള വീഡിയോസാണ്. എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല, വീഡിയോ എടുക്കാൻ വലിയ മൂഡൊന്നും ഉണ്ടായിട്ടില്ല. സാരി എടുത്തുകൊണ്ട് പിന്നെ നടക്കാനും, പിന്നെ ഞാൻ പ്രഗ്നൻസി ടൈമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഒരു മൂഡില്ലായിരുന്നു. എന്നാലും ഉള്ള വീഡിയോസൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ സ്റ്റേജിൽ തന്നെയായിരുന്നു മിക്ക സമയവും. കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു ഫുൾ ടൈം. പിന്നെ നല്ല റഷും ആയിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇതെൻ്റെ ബ്രോ ആണ് കേട്ടോ. പിന്നെ എൻ്റെ മക്കളുടെ പാട്ട്. അപ്പോൾ എൻ്റെ മോളുടെയും ഫ്രണ്ട്സിൻ്റെ പാട്ടാണ് കേട്ടോ ഇപ്പോൾ കേട്ടത്. ഇതാണ് എൻ്റെ മോളുടെ സാച്ചു. അപ്പോൾ എൻ്റെ മോൾക്ക് അങ്ങനെ പാടാനൊന്നും അറിയില്ല, എന്നാൽ അവരോട് കൂടിയിട്ട് കുറച്ചൊക്കെ പാടിയിട്ടുണ്ടായിന്, മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുട്ടികളിലൊക്കെ പാട്ട്. പിന്നെ അടുത്ത പാട്ട്. പിന്നെ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ കുറച്ച് ക്ലിപ്പ് കൊടുക്കാം. ബോറായി പോയിട്ടുണ്ടായിരുന്നു, സൗണ്ടൊക്കെ എന്തൊക്കെയോ പേടിച്ചിട്ട് പാടിയിട്ട്. എന്നാലും നിങ്ങളൊന്ന് കേട്ട് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയട്ടോ. അപ്പോൾ എൻ്റെ പാട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടെ. കുറേ ആൾക്കാർ നല്ലത് പറഞ്ഞു, കുറേ ആൾക്കാർ പറഞ്ഞു സൗണ്ട് ശരിയായിട്ടില്ല. അങ്ങനെ കുറേ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. എന്നാലും ഞാൻ അങ്ങനെ പാടാറില്ല ഫങ്ഷനൊന്നും, വെറുതെ വീട്ടിൽ നിന്ന് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഫോട്ടോസ് കുറച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫാമിലി, പിന്നെ കുറച്ച് കല്യാണത്തിൻ്റെ ചെക്കനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കിട്ടിയതൊക്കെ വെച്ചിട്ട്
ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്, ടാറ്റാ.